ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസ ചാൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വഴുതനങ്ങ വെച്ചിട്ട് നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതിനെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും ചേർക്കാൻ നോക്കുക. എങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടി മാത്രമാണ്. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്തെടുത്താലും മതി. അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. നമുക്കിതൊന്നൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാണ്ട് വെക്കുക. ഈ ഒരു മസാലയൊക്കെ നല്ലതുപോലെ ഈ ഒരു വഴുതനയിലേക്ക് പിടിക്കുന്ന രീതിക്ക് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. എങ്കിൽ മാത്രം മസാലയൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ പിടിക്കുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും. അപ്പോൾ ഒരുപാടങ്ങ് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വഴുതനങ്ങ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വഴുതനങ്ങ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. പുളിയുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ പുളിയുള്ള തൈരായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏത് തൈരാണ് ഇഷ്ടം അതെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നല്ലോണം കട്ട തൈരായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വേണമെന്നില്ല. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ. കട്ടത്തൈരായാലും കുഴപ്പമില്ല, അതന്നെ നമുക്ക് കട്ടത്തൈര് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു തൈരിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ വഴുതനങ്ങയുടെ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നീട് ഉപ്പ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു തൈരിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ മിക്സാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ പാത്രത്തിൽ തന്നെ നമുക്കിതൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു വഴുതനങ്ങയിലെ മസാലയൊക്കെ ഫുള്ളായിട്ട് ഒരു തൈരിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു വഴുതനങ്ങ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കത് അവിടെ ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഇതുപോലെ ഒന്ന് നെടുകെ കീറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളകിൻ്റെ പകരം നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. വറ്റൽ മുളക് ഉണക്കമുളക് ഉണ്ടാവില്ലേ, അപ്പോൾ അതും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉള്ളിയാണ് കേട്ടോ. ഞാനിവിടെ വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം.
പിന്നെ ഏകദേശം ഒന്ന് മൂത്ത് വന്ന് നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് പകരമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് തീ അപ്പോൾ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ, അല്ലാതെ ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വഴുതനങ്ങ നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ഈ ഒരു മൂപ്പിച്ചെടുത്ത ഒരു ഉള്ളിയും കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഇത് ഇളക്കരുത്. നമുക്കിതൊരു കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ എടുത്ത് വെക്കണം. ഈ ഒരു എണ്ണയും അതുപോലെ തന്നെ ഈ ഒരു വഴുതനങ്ങയിലേക്ക് തൈര് എല്ലാം ഈ ഒരു വഴുതനയിലോട്ട് നല്ലതുപോലെ പിടിക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതെല്ലാം ഈ ഒരു മസാലയെല്ലാം ഈ ഒരു വഴുതനയിലോട്ട് പിടിക്കുകയും ചെയ്യും. ഇതൊന്നുകൂടി നല്ലതുപോലെ ഒന്ന് കുറുകി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കറി പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കറി ഉണ്ടാക്കാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മാത്രമല്ല വഴുതനങ്ങൾക്ക് ചിലർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനമായിരിക്കും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ ഏത് കഴിക്കാത്തവരും കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.